കാട്ടുമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച് നിരന്തരം നമ്മുടെ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സാറിനെ വിചാരണ ചെയ്യുന്ന, ഇതിനു മുമ്പിലത്തെ വനംവകുപ്പ് മന്ത്രിയെ വിചാരണ ചെയ്യുന്ന, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന, മതസംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന കേരളത്തിൽ ഈ വന്യമൃഗങ്ങൾക്കപ്പുറത്ത് മനുഷ്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന, ജീവൻ ഒടുക്കേണ്ടി വരുന്ന, ജീവൻ അവസാനിപ്പിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് എന്താണ് പ്രതിഷേധവും, എന്താണ് അതിനെതിരെ സഭയോ അല്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റിയോ അമ്പലം കമ്മിറ്റിയോ ആരും പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോവും. ഞാനിന്നൊരു വാർത്തയുടെ കാർഡ് കണ്ടു. ഗർഭിണിയായ ഭാര്യ ജീവനൊടുക്കി, വിവരമറിഞ്ഞ് ദോഹയിൽ നിന്നെത്തിയ ഭർത്താവ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്തു. ഇതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ലാതെ നമ്മൾ കേൾക്കുന്ന കാണുന്ന ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ വളരെ പരസ്യമായി സ്വന്തം മകൻ അച്ഛനെ എടുത്തിട്ട് അടിച്ച് ഉപദ്രവിച്ച് ചവിട്ടിക്കൂട്ടുന്ന കഥ കണ്ണീരണിഞ്ഞ് നമ്മളോട് പറയുമ്പോൾ അവിടെ ജനപ്രതിനിധിയും നാട്ടുകാരും ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അടക്കമുള്ള കുറേ പേർ നമ്മളോടൊപ്പം ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ വന്യമൃഗങ്ങളിൽ ഒന്നിറങ്ങിയാൽ അതിനെ ശബ്ദമുണ്ടാക്കി ഓടിച്ച് MLA-മാരെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തെറി പറയുന്നവരാരും സ്വന്തം പരിസരത്തും സമൂഹത്തിലുമൊക്കെ നടക്കുന്ന ഈ കാര്യങ്ങളോട് എന്തേ മൗനം പാലിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങൾ ഇടയ്ക്കിടെ ഇറങ്ങി വന്ന് യവനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ യവനൊക്കെ തമ്മിൽ പലതും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തപ്പെടത്തില്ലേ എന്ന് ന്യായമായി ചിന്തിച്ചു പോകും. എത്ര പേരാണ് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നത്? എത്ര പേരാണ് മരിച്ച് ജീവിക്കുന്നത്? എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കുക. ഇവരെയൊക്കെ വേട്ടയാടുന്നത് ആരാണ്? ഇവരെയൊക്കെ ഈ ഗതിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? കാട്ടുപോത്തോ, അതോ വേറെ ഏതെങ്കിലും വന്യമൃഗങ്ങളോ, മറ്റ് കാട്ടുജന്തുക്കളോ? ആരുമല്ല. നല്ല പാൻറ് ഉടുപ്പും മുണ്ടും സാരിയും മിടുക്കരായി, സാമൂഹ്യ പ്രവർത്തകരായി, കിടിലൻ ആളുകളായി ഒക്കെ രംഗത്ത് നടക്കുന്ന മനുഷ്യമൃഗങ്ങൾ എന്ന് പറയുന്ന ഇരുകാലികളാണ് എന്നതാണൊരു സത്യം. ഒരുത്തനെ കിട്ടിയാൽ അവനാരാണ് എന്താണെന്നൊന്നും അറിയാതെ അവനെ അങ്ങ് ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി നിലമ്പാടെടുത്ത് വീശി അടിച്ച് ആസ്വദിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു കഥ കിട്ടിയാൽ ആ കഥ വളരെ വിശദമായി ആലോചിച്ച് കൊണ്ട് നടക്കുക, കൂടെ നടന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഒരുപാട് ആളുകളെ രഹസ്യമായി വിളിച്ച് ദേ അവനെക്കുറിച്ചൊരു നല്ല പോസ്റ്റ് ആരോ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവനൊരു നന്മ വരാൻ പോകുന്നു, എല്ലാവരും കൂടെ കൂട്ടമായി അവനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നവർ, നാട്ടിലൊന്നും കാൽക്കാശിന് വിലയില്ലാതെ പറഞ്ഞ കഥകൾ ഒട്ടും പറഞ്ഞു തീരാതെ ഇവിടെ എങ്ങും രക്ഷയില്ലാതെ വേറെ ഏതോ നാടുകളിൽ പോയി കിടന്ന് അവിടെ നിന്ന് ചാമ്പ്യനായി അവിടെ നിന്ന് എല്ലാവരെയും വിലയിരുത്തുന്ന അളവുകോലുമായി നടക്കുന്ന മറ്റു കുറേ പേർ. ഇവരുടെ ഇടയിലൊക്കെ ഒത്തിരി മനുഷ്യർ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു പോരാട്ടവും വലിയൊരു സംഗതിയാണ്. ഈ രണ്ടുപേരുടെയും കഥകളിലേക്ക് ചെന്നാൽ ഇവർ രണ്ടുപേരും മാത്രമായിരിക്കില്ല. രണ്ടുപേരല്ല മരിച്ചത്, 3 പേരാണ് ജീവിതം അവസാനിപ്പിച്ചത്. 3 പേർ. ഭീരുക്കളെന്ന് നമ്മൾ വിളിക്കും, ചെയ്തുകൂടാന്ന് പറയും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വന്ന് ഇടിച്ച് കയറുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ഒരു നോർമൽ തിങ്കിങ് എല്ലാം ബ്ലോക്കായി പോവും, മൊത്തം ഇരുട്ടാവും. ആ ഇരുട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ചില അവിവേകം പ്രവർത്തിച്ചു പോവും. ഗർഭിണിയായ ഭാര്യ 4 മാസമേ ജീവിച്ചുള്ളൂ, 2 ജീവനാണ് അതിൽ അവസാനിച്ചത്. അവൻ ദോഹയിൽ നിന്ന് നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവനും അവസാനിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെ രണ്ടുപേരെയും ഉപദ്രവിച്ചവരുണ്ടാവും, ആ കുടുംബങ്ങളിലുണ്ടാവും, ആ ബന്ധുക്കളുണ്ടാവും. വേറെ ജാതിക്കാരാവില്ല. അത് ഓർത്തോണം നിങ്ങൾ. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്യുന്നത് ഹിന്ദുവിനെ മുസ്ലിമും മുസ്ലിമിനെ ഹിന്ദു ആണെന്നൊക്കെ പറയുന്നത് വെറുതെ വാർത്തയ്ക്ക് വേണ്ടി പറയല്ലേ. അവൻ സഹിക്കുന്നത് മുഴുവൻ അവൻ്റെ ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ അവൻ്റെ അടുപ്പക്കാരിൽ നിന്നോ അവൻ്റെ അയലത്തു നിന്നുള്ളവരിൽ നിന്നോ അവൻ നന്നാകരുതെന്ന് ആഗ്രഹിക്കുന്നവരിൽ നിന്നോ ആണ്. അതിന് മതവും ജാതിയും ഒന്നുമില്ല. അതിലെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ മന്ത്രിസഭ എന്തോ ഒരു ഹാപ്പി മിനിസ്ട്രിയോ എങ്ങാണ്ട് ഉണ്ടാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പ്രകടന പത്രികയിൽ. സത്യത്തിൽ ബാക്കി എല്ലാ മന്ത്രാലയത്തെക്കാളും വളരെ വേഗത്തിൽ ഉണ്ടാക്കേണ്ട ഒരു മന്ത്രാലയമാണ് ഈ ഹാപ്പി മന്ത്രാലയം. എല്ലാവരും സാമൂഹ്യ മാധ്യമത്തെ കുറ്റം പറയും.
പക്ഷേ സത്യത്തിൽ അതൊന്നും ഒത്തിരി പേർക്ക് ഒരു ആശ്വാസമാണ്. കാരണം എന്താ അറിയാമോ, അതിൽ നോക്കിയിരുന്ന് പലതും സമയം കളയുന്നതുകൊണ്ട് അവരെ കൊണ്ടുള്ള ഇടങ്ങാറില്ല. 3 ജീവനുകൾ, ആദരാഞ്ജലികൾ. ആത്മാവിന് നിത്യശാന്തി നേരുന്നു.